ഓരോരോ ക്ഷേത്രത്തിൻ്റെയും ഓരോരോ ദേശത്തിൻ്റെ ആചാരമാണ്. അത് ആചാരമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പം നമ്മുടെ ഓരോരോ ക്ഷേത്രങ്ങളും ഓരോരോ ദേശത്തിനും പല പല ആചാരങ്ങളാണ്. തന്ത്രശാസ്ത്രത്തിൽ ക്ഷേത്ര നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ മുഖം മറയ്ക്കാതെയും പുരുഷന്മാർ മാറുമറയ്ക്കാതെയും ക്ഷേത്ര ദർശനം നടത്തണം എന്നാണ്. അതിൽ ഷർട്ട് ധരിക്കാതെ ക്ഷേത്ര ദർശനം നടത്തുന്നതിൻ്റെ പിന്നിലും നമ്മുടെ ചൈതന്യം നമ്മുടെ പുരുഷന്മാർക്ക് മാറിലേക്കാണ് വരുന്നത്, സ്ത്രീകൾക്ക് മുഖത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കുറേ നിയമങ്ങൾ. അതുപോലെ തന്നെ ശിരോവസ്ത്രം ധരിക്കരുതെന്ന് പറയുന്നുണ്ട്. ബഹുമാന പുരസ്കരമായിരിക്കുന്ന ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടത്. ആ ക്ഷേത്രം ഒരു കൊട്ടാരമാണെന്നും അവിടെ ഇരിക്കുന്നത് രാജ്ഞി രാജാവ് എന്ന സങ്കല്പത്തെ ഭയഭക്തിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക. നമ്മുടെ ഉള്ളിലെ ഭക്തിയാണ് അവിടെ പ്രധാനമായിട്ടും വരേണ്ടത്. മറ്റുള്ളവരെ കാണിക്കുന്ന രീതിയിലുള്ള ബാഹ്യമായ വേഷങ്ങൾക്കൊന്നും അവിടെ പ്രാധാന്യമില്ല. അതുകൊണ്ട് ആ വക കാര്യങ്ങളിൽ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇനി നിങ്ങൾ ക്ഷേത്ര ദർശനത്തിനെത്തുമ്പോൾ മുടി കെട്ടിയിടണ മോളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ രൂപത്തിൽ തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരിക്കലും നമ്മൾ അവരോട് തർക്കിക്കേണ്ടതല്ല. നമ്മളതിന് കൂടുതൽ വില കൽപ്പിക്കണമെന്നില്ല. നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുക. പക്ഷേ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ക്ഷേത്രത്തിന് അശുദ്ധമാകേണ്ടതായ, ക്ഷേത്ര ചൈതന്യത്തിന് അശുദ്ധി വരേണ്ടതായ കാര്യങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ കൂടി ശ്രദ്ധിച്ച് ക്ഷേത്ര ദർശനം ചെയ്യുക.